Hi everyone. I hope you are all doing good. ഇന്നത്തെ ദിവസം ആക്ച്വലി ഞാനൊരു സ്പെഷ്യൽ ടോപ്പിക് എടുക്കാൻ ആലോചിക്കുകയായിരുന്നു. കാരണം വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് അവർ ലൈഫ്? നമ്മുടെ പർപ്പസ് എന്താണ്? നമ്മൾ ജനിച്ചാൽ മരിക്കും. നമ്മൾ ജനിക്കുന്നതും അറിയുന്നില്ല, മരിക്കുന്നതും അറിയുന്നില്ല. പക്ഷെ ഈ ഇടയിലുള്ള പീരീഡ് നമ്മളൊരു ജീവിതം ചിലർ ആസ്വദിക്കുന്നു, ചിലർ വിഷമിക്കുന്നു. ഇങ്ങനെ പോകുന്ന സമയത്ത് എവ്രിബഡി ഹാസ് ഗോട്ട് എ പർപ്പസ് ഇൻ ലൈഫ്. ചിലരത് റിയലൈസ് ചെയ്യാറില്ല പർപ്പസ്. ഇത് ഞാൻ ഒരു പുസ്തകത്തിൽ നിന്നും ഒരു പോസിറ്റീവ് ബുക്സോ മോട്ടിവേഷണൽ ബുക്കൊന്നും പറയുന്ന കാര്യമല്ല കേട്ടോ. ഐ എം ഗോയിങ് ടു സേ ഫ്രം മൈ ലൈഫ് എക്സ്പീരിയൻസ്. ദർ വിൽ ബി എ പർപ്പസ് ഇൻ ലൈഫ് ഫോർ ഈച്ച് ആൻഡ് എവരി വൺ. യു ഹാവ് ടു റിയലൈസ് ഇറ്റ്. ഇന്നത്തെ ദിവസം ഞാനിത് സെലക്ട് ചെയ്യാൻ കാരണം ഇന്ന് ഈ കാലഘട്ടത്തിൽ നമ്മൾ ഈസ്റ്റർ ആഘോഷിക്കുകയാണ്. ഈസ്റ്റർ ആക്ച്വലി ജീസസ് ക്രൈസ്റ്റിന്റെ ഉയർത്തെഴുന്നേൽപ്പാണ്. മനുഷ്യരാശിക്ക് പ്രകാശം ചെയ്ത് അവർക്കൊരു പ്രതീക്ഷ കൊടുക്കുന്ന ഒരു വലിയൊരു ദിവസമാണ് ഈസ്റ്റർ ദിവസം. ശരിക്കും പറഞ്ഞാൽ ദുഃഖ വെള്ളിയാഴ്ച ദിവസം അദ്ദേഹത്തിനെ അവരെ കുരിശിൽ തറച്ച് അത് കഴിഞ്ഞ് ഉയർത്തെഴുന്നേൽക്കുന്ന ആ സമയം ക്രിസ്ത്യൻ സമുദായത്തിന് മാത്രമല്ല, ലോകത്തെ എല്ലാവരും അത് ഒരു ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇറ്റ്സ് ഫോർ ദ ബെറ്റർമെന്റ് ഓഫ് പീപ്പിൾ. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് 33 വർഷം മുമ്പ് നടന്നൊരു കാര്യമാണ്. 33 years ബാക്ക്. ഇപ്പൊ അടുത്തൊന്നുമല്ല കേട്ടോ, 33 വർഷം മുമ്പ്. അതിനു മുമ്പ് എനിക്ക് ഒരു കാര്യം പറയേണ്ടത്, ഞാൻ എവിടെ ജനിച്ചെന്നുള്ളത്. ഐ വാസ് ബോൺ ഇൻ മലേഷ്യ ആക്ച്വലി. ഐ വാസ് എ മലേഷ്യൻ സിറ്റിസൺ. കുറെ കാലം ഐ വാസ് എ മലേഷ്യൻ സിറ്റിസൺ. മലേഷ്യയിൽ മലാക്ക എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ ജനിച്ചത്. കാരണം എൻ്റെ അച്ഛനമ്മയും മലേഷ്യയിലായിരുന്നു. അച്ഛൻ അവിടെ ജോലിയായിരുന്നു, അമ്മ ഹൗസ് വൈഫായിരുന്നു. സോ എന്തിനാണ് എൻ്റെ ബർത്തിനെ പറ്റി പറയാൻ കാരണം? എൻ്റെ ജീവിതത്തിൽ ഒരു റീബർത്തും നടന്നു. അത് പറയാനാണ് ആക്ച്വലി ഇന്ന് ഞാൻ ഈ സമയം ഉപയോഗിക്കാം, ഈ ദിവസങ്ങള് ഈ ഒരു ആശയം പറയാമെന്ന് വിചാരിച്ചു. 33 years ബാക്ക് എൻ്റെ കോളേജ് എഡ്യൂക്കേഷനൊക്കെ കഴിഞ്ഞ് ബിടെക് ഞാൻ പറഞ്ഞിരുന്നു ഇടയ്ക്കൊക്കെ. ഐ ടുക്ക് മൈ ബിടെക് ഡിഗ്രി ഫ്രോം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ട്രിച്ചു. അത് കഴിഞ്ഞ് ജോലിയോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങാം എന്ന് വിചാരിച്ച്, ഫാക്ടറി തുടങ്ങാം എന്ന് വിചാരിച്ചിട്ട് ഇരിക്കുന്ന സമയത്ത് എൻ്റെ ഫാക്ടറി വാസ് അണ്ടർ കൺസ്ട്രക്ഷൻ. ഒരു ദിവസം എനിക്കൊരു പനി വന്നു. പനി എല്ലാവർക്കും വരുമല്ലോ അല്ലേ? പനി വരും, ജലദോഷം വരും. പക്ഷെ എനിക്കൊരു പനി വന്നപ്പോൾ 3-4 ദിവസം മാറുന്നില്ല. അപ്പൊ അടുത്തുള്ള ഒരു ഡോക്ടറെ കണ്ടപ്പോൾ അദ്ദേഹം ഒരു സംശയം പറഞ്ഞു, ഇറ്റ്സ് ടൈഫോയിഡ്. ടൈഫോയിഡിന് മരുന്ന് കഴിച്ച് 2 ദിവസം കഴിഞ്ഞപ്പോഴും അതും മാറുന്നില്ല. പിന്നെയാണ് കണ്ടുപിടിച്ചത് ഇറ്റ് ഈസ് ജോണ്ടിസ്. ജോണ്ടിസ് അറിയാലോ അല്ലേ? മഞ്ഞപ്പിത്തം. ജോണ്ടിസ് വന്നപ്പോൾ എന്ത് ചെയ്തു വെച്ചാൽ, ഈ ഒറ്റമൂലി വലിയ ഫേമസ് ആണ്. അപ്പോ നമ്മളൊരു മാന്നാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒറ്റമൂലി ചികിത്സിക്കുന്ന കുറച്ച് മിഷനറീസ് ഉണ്ടായിരുന്നു. അവരുടെ അടുത്തേക്ക് എന്നെ കൊണ്ടുപോയപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും, നസ്യം എന്നൊക്കെ പറഞ്ഞ കുറെ മരുന്നുകൾ. ഞാൻ ആ ചികിത്സ തുടങ്ങി. പക്ഷെ ഒരു ദിവസം 2 ദിവസം കഴിഞ്ഞപ്പോൾ ഐ ബിക്കേം അൺകോൺഷ്യസ്. അൺകോൺഷ്യസ് പറഞ്ഞൊരു പ്രത്യേക അൺകോൺഷ്യസ് ആണ്. അൺകോൺഷ്യസ് പറഞ്ഞാൽ നമ്മൾ ബോധം കെട്ട് വീഴുക എന്നുള്ളതല്ല. അതല്ല. ഞാൻ കണ്ണ് തുറന്നുകൊണ്ട് അൺകോൺഷ്യസ് ആയി. എന്നെ കാണുമ്പോൾ മനസ്സിലാവില്ല അൺകോൺഷ്യസ് ആണ്, പക്ഷെ ഞാൻ അൺകോൺഷ്യസ് ആയി. ഞാൻ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. ഒരു ദിവസം പുലർച്ചെ 2 മണിക്ക് ചാടി എഴുതിയിട്ട് ഡൈനിങ് ഹാളിൽ വന്ന് ചെയറിലിരുന്ന് ലൈറ്റൊക്കെ ഇട്ടിരുന്നപ്പോൾ വീട്ടിലുള്ളവർ മറ്റൊരു വന്ന് നോക്കിയപ്പോൾ ഞാനിങ്ങനെ ഡൈനിങ് ഹാളിലേക്ക്. അവർ ചോദിച്ചു, എന്താ ഇവിടെ വന്നിരിക്കുന്നത് ചോദിച്ചപ്പോൾ, എന്താ രാവിലത്തെ ഇഡ്ഡലി ഒന്നും കൊണ്ടുവരാത്തതെന്ന് ചോദിച്ചു ഞാൻ. അതായത് അബോധാവസ്ഥയിലാണ്. എന്നെ പിടിച്ചുകൊണ്ട് കിടത്തി. പിറ്റേ ദിവസം ഞാൻ രാവിലെ ബാത്റൂമിൽ എൻ്റെ യൂറിനേഷൻ കഴിഞ്ഞ് ഞാൻ നേക്കഡായിട്ട് വന്ന് കിടന്നു. എല്ലാവരും ഞെട്ടിപ്പോയി. അപ്പോഴും വിചാരിച്ചു എനിക്ക് വയ്യാത്ത കാരനാണെന്ന്. പക്ഷേ എന്നെ മാന്നാർ കൊണ്ടുപോയ 2 പേര് മാന്നാറിലേക്ക് വീണ്ടും ഇത് പറയാൻ വേണ്ടി പോയപ്പോൾ മാന്നാറിൽ അവർക്ക് മനസ്സിലായി പ്രശ്നം തുടങ്ങി. എൻ്റെ ബ്രെയിനിനെ എഫക്റ്റ് ചെയ്യാൻ തുടങ്ങി. അവർ പറഞ്ഞു, ഇനി ഈശ്വരനോട് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു.
ഒന്ന് ആലോചിച്ച് നോക്കുക ആ സിറ്റുവേഷൻ. അവരതേ സ്പീഡിൽ മടങ്ങി വന്നു. എനിക്ക് ക്ഷീണം കാരണം അവിടെ അടുത്തുള്ള ഒരു ലാബിൽ നിന്ന് ഒരു ആളെ കൊണ്ടുവന്ന് എനിക്ക് ഡ്രിപ്സ് ക്ഷീണം മാറ്റാൻ അദ്ദേഹം ഒരു നിമിത്തമായിട്ട് വന്നതായിരിക്കും ചിലപ്പോൾ. അദ്ദേഹം വന്ന് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്കിവിടെ സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ ഞാൻ ഇനി ഇവിടെ കിടത്തില്ല എന്ന് പറഞ്ഞു. നമ്മൾ സാധാരണ ജോണ്ടീസ് എന്ന് പറയുമ്പോൾ അവർക്ക് വന്നു പോവില്ലോ, മാറില്ലോ എന്നാണ് എല്ലാവരും ധരിച്ച്. ഇത് കേട്ട വഴിക്ക് പിന്നെ ഒന്നും ആലോചിച്ചില്ല. എൻ്റെ വല്യമ്മയുടെ മകൻ അന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഡോക്ടർ പി സുകുമാരൻ എന്ന പേര്, അദ്ദേഹം ചെസ്റ്റിന്റെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു. അദ്ദേഹം കോട്ടയം മെഡിക്കൽ കോളേജിലാണ് ജോലി. അദ്ദേഹത്തിന് എൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ചു. അദ്ദേഹം ഇത് കേട്ടപ്പോൾ ഒന്ന് പേടിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇനി 1 മിനിറ്റ് വൈകരുത്, എന്നെ ഒരു കാറിൽ കയറ്റ, സ്പെയർ ഒരു കാറും ബാക്കിൽ വേണം. കാരണം ഈ കാറ് കേട് വന്നാൽ ആ കാർ ഉപയോഗിക്കാൻ വേണ്ടി ഒരു കാറും കൂടി കരുതിക്കോളാൻ ഡോക്ടർ എൻ്റെ ചേട്ടൻ പറഞ്ഞപ്പോൾ വീട്ടുകാരൊക്കെ പേടിച്ചു. ഞാൻ അപ്പോഴേക്ക് അൺകോൺഷ്യസ് ആയി. പിന്നെ എനിക്ക് ഓർമ്മയില്ല. എന്നെ കാറിൽ കയറ്റാണ് എന്നെ കൂത്താട്ടുകുളം ദേവമാത ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുവന്നത്. അന്ന് എറണാകുളത്ത് ലേക്ക് ഷോർ ഇതൊന്നുമില്ല, ഫേമസ് ഹോസ്പിറ്റൽസ് ഒന്നുമില്ല. അന്ന് ഒരു ഫേമസ് ഡോക്ടർ ഉണ്ട്, നിങ്ങൾ ഇപ്പോഴും കേട്ട് കാണും ചിലപ്പോൾ. എറണാകുളത്ത് ലേക്ക് ഷോർ തുടങ്ങിയ ആളാണ് ഡോക്ടർ ഫിലിപ്പ് അഗസ്റ്റിൻ. അദ്ദേഹം ഇപ്പൊ ലേക്ക് ഷോറിലല്ല. അദ്ദേഹം ഇത് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തിന്റെ പരിചയമുള്ളവർ ഇത് കേൾക്കുന്നുണ്ടോ എന്ന് അറിയില്ല. എന്തായാലും കേട്ടാലും എനിക്ക് ഒരു ദിവസം അദ്ദേഹത്തിനെ കാണണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ഒരാളാണ് ഡോക്ടർ ഫിലിപ്പ് അഗസ്റ്റിനെ. എൻ്റെ ബ്രദറെ നേരിട്ട് വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ എൻ്റെ കസിൻ ഇങ്ങനെ വയ്യാതിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, ഡോണ്ട് വെറി, ബ്രിങ് ഹിം ടു ദ ഹോസ്പിറ്റൽ ആസ് ഫാസ്റ്റ് ആസ് യു ക്യാൻ. ഞാൻ ഹോസ്പിറ്റലിലില്ല, എൻ്റെ സബോർഡിനേറ്റ്സിനെ ഞാൻ കാര്യം അറിയിച്ചോളാം, ICU ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് തോന്നുന്നു. ഞങ്ങൾ പോകുന്നത് ചങ്ങനാശ്ശേരി കേട്ടോ. ചങ്ങനാശ്ശേരി കോട്ടയം വഴി എൻ്റെ ചേട്ടൻ ഡോക്ടർ ചേട്ടൻ്റെ കാറിൽ കയറ്റിയിട്ട്, എനിക്കിതൊന്നും അറിയില്ല, ഞാനൊന്നും കാണുന്നില്ല, ഓർമ്മയില്ല. എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ മനസ്സിലാക്കിയതാണ്. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നേരെ ICUയിലേക്കാണ് കൊണ്ടുപോയത്. അന്ന് അവിടെ ഇൻചാർജ് ഫിലിപ്പ് അഗസ്റ്റിൻ ഡോക്ടർ അവിടെ ഇല്ലാത്ത കാരണം അദ്ദേഹം പിറ്റേ ദിവസം വരുന്നു പറഞ്ഞു, ഡോക്ടർ മാത്യു റാഫേലായിരുന്നു എന്നെ അഡ്മിറ്റ് ചെയ്തത്. എന്നെ നേരെ ICUയിലേക്ക് കൊണ്ടുപോയത്. ICUയിൽ കൊണ്ടുപോയപ്പോൾ പുറത്തെ ആൾക്കാർ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ, 2 മണിക്കൂറാണ് എനിക്ക് തോന്നുന്നു, കഴിഞ്ഞപ്പോൾ അവർ വന്നു, ഡോക്ടേഴ്സ്, വെരി സോറി, ഈ സിങ്കിങ്, ഐ തിങ്ക് ദർ ഈസ് ഓൺലി 5% ഹോപ്പ്, നിങ്ങൾക്ക് എല്ലാവരെയും അറിയിക്കാം എന്നുള്ള ന്യൂസാണ് ഡോക്ടർ വന്ന് എൻ്റെ റിലേറ്റീവ്സിനോട് പറഞ്ഞത്. എൻ്റെ അച്ഛനും അമ്മയും റിട്ടയർ ചെയ്തിട്ട് 2 കൊല്ലം മുമ്പേ വന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ മലേഷ്യയിൽ നിന്ന്. ഞാനൊരു മകനാണ്. യു ക്യാൻ ഇമാജിൻ അവരുടെ മനസ്സിലുള്ള വേദന നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കണു. അവര് തൃശ്ശൂരായിരുന്നു, അവർ ഓടി വന്നു, കരച്ചിൽ തുടങ്ങി, എല്ലാവരും കരച്ചിലായി. കാരണം അത് എൻ്റെ കഴിഞ്ഞു എന്ന് ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്. ഇപ്പൊ ഞാൻ താമസിക്കുന്ന അടുത്ത് എൻ്റെ ഒരു റിലേറ്റീവ് ഉണ്ട്. അദ്ദേഹത്തിന്റെ പേര് ശ്രീകുമാർ തന്നെ. അദ്ദേഹം ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറാണ്. ഞാനൊരു 7-8 മാസം മുമ്പ് അദ്ദേഹത്തിനോട്, ഓർമ്മ ഉണ്ടോ അന്നത്തെ, കാരണം അദ്ദേഹം അവിടെ പ്രസിഡന്റ് ആയിരുന്നു. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, അയ്യോ നീ അത് ഓർമ്മിക്കണ്ടേ എന്ന് പറഞ്ഞു. കാരണം എനിക്കൊരു പുതിയ ന്യൂസ് അത് കിട്ടിയത്. അദ്ദേഹം പറഞ്ഞു, എന്നെയും ഒരു 3-4 പേര് ഏൽപ്പിച്ചു. എന്താ ഏൽപ്പിച്ചു അറിയാം? വീട്ടിൽ പോയി എല്ലാം ഒരുക്കി ബോഡി സ്വീകരിക്കാൻ റെഡി ആയിട്ട് ഇരുന്നോളാൻ ഞങ്ങൾക്ക് ഡയറക്ഷൻ കിട്ടി എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞപ്പോഴാണ് ഞാൻ ആ കാര്യം ഇപ്പം അറിയുന്നത്, 33 കൊല്ലം മുമ്പത്തെ. അപ്പൊ എന്നിട്ട് ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മ എന്ന് പറഞ്ഞു. ഞാൻ ഒന്ന് ആലോചിച്ച് നോക്കൂ. മരിച്ചു കഴിഞ്ഞാൽ കൃഷ്ണകുമാർ എന്നുള്ള പേരല്ല പറയാ കേട്ടോ, ബോഡി എന്നാ പറയുക. എല്ലാവരും അങ്ങനെയല്ലേ, മരിച്ചു കഴിഞ്ഞാൽ ബോഡി വന്നു എന്നാ പറയുക. അപ്പൊ ആക്ച്വലി അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ആ ഹോസ്പിറ്റലിൽ സങ്കടത്തിന്റെ ഇളവ് പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. ഞാനും ചെറുപ്പം ജീവിതം തുടങ്ങണു. എൻ്റെ വൈഫ് പ്രഗ്നന്റാ. അപ്പൊ അവർക്കൊന്നും വരാൻ പറ്റില്ല ഹോസ്പിറ്റലിൽ. എനിക്കൊരു മോളേ ഉള്ളൂ. എനിക്ക് ആ മോളെ കാണാൻ പറ്റിയിട്ടാവില്ല ഞാനന്ന് പോയിരുന്നെങ്കിൽ. പക്ഷെ എന്തും എനിക്ക് തോന്നുന്നു,
എനിക്കൊരു പ്രതീക്ഷ എപ്പോഴും എൻ്റെ മനസ്സിലുണ്ടാവാറുണ്ട്. ഒരു പ്രതീക്ഷ, ഹോപ്പ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, അത് എപ്പോഴും എൻ്റെ മനസ്സിലുണ്ടാവാറുണ്ട്. ഹോപ്പ്. സത്യം പറഞ്ഞാൽ അന്ന് ഞാൻ മരിച്ചില്ല. അതൊരു അത്ഭുതം ആയിട്ട് ഡോക്ടർമാർ കരുതാൻ തുടങ്ങി. കാരണം ഐ വാസ് എ സ്പെസിമെൻ ടു ദം. മരിക്കണമല്ലോ, മോളിൽ ഒരു ഗ്രീൻ സിഗ്നൽ കിട്ടണമല്ലോ ഞാൻ അങ്ങോട്ട് പോവാൻ. ആ ഗ്രീൻ സിഗ്നൽ വന്നിട്ടില്ല, അവിടെ റെഡ് സിഗ്നലിൽ തന്നെ നിൽക്കുക. എന്നെ കൊണ്ടുപോകാറായിട്ടില്ല എന്ന്. ഞാൻ നേരത്തെ പറഞ്ഞു, വി ഹവ് ഗോട്ട് എ പർപ്പസ് ഇൻ ലൈഫ്. പോകാറായിട്ടില്ല. ഡോക്ടേഴ്സ് വർ കൺഫ്യൂസ്ഡ്. അവർ വീഡിയോ കോളിൽ എല്ലാ ഡോക്ടേഴ്സും ഒത്തുകൂടി ദേ ടുക്ക് എ ഡിസിഷൻ ഇൻ ദ നൈറ്റ്, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്താന്നുള്ളത്. അതായത് പ്ലാസ്മ എടുത്തു കഴിഞ്ഞിട്ടുള്ള ബ്ലഡ്, 2 പേരുടെ കുപ്പി എടുത്താൽ ഒരു കുപ്പിയെ കിട്ടുള്ളൂ. 2 പേരുടെ ബ്ലഡ് എടുത്താൽ ഒരു കുപ്പി ബ്ലഡേ കിട്ടുള്ളൂ, പ്ലാസ്മ എടുത്തിട്ടുള്ള ബ്ലഡ് ആണെങ്കിൽ. അങ്ങനെ എന്നെ അറിയുന്നവരും അവർക്കൊക്കെ നന്ദി, എല്ലാവർക്കും നന്ദി. അവരന്ന് വന്ന ബ്ലഡ് എനിക്ക് തന്നു. ഐ തിങ്ക് സെക്കൻഡ് ഡേ ഐ ഓപ്പൺ മൈ ഐസ് ആൻഡ് ഐ സോ ദാറ്റ് ഐ എം ഇൻ, ഐ ഡോണ്ട് നോ വേർ ഐ വാസ് ലൈങ് ഡൗൺ. എനിക്ക് അറിയില്ല എവിടെ ഞാൻ കിടക്കണേ, എവിടെ ICUലായിരുന്നു. പക്ഷെ എനിക്കറിയില്ലല്ലോ, ഹോസ്പിറ്റലിൽ വന്നത് ഞാൻ ഓർക്കിട്ടില്ല. ഞാൻ എണീറ്റപ്പോ ആക്ച്വലി ഡോക്ടേഴ്സും നഴ്സുമാരും ആകെ ആശ്ചര്യപ്പെട്ടു. യെസ്, പറയൂ എന്ന് പറഞ്ഞപ്പോ അതൊക്കെ ഞാൻ പിന്നീട് ചോദിച്ചു മനസ്സിലാക്കിയില്ല കേട്ടോ, ഞാൻ അറിയണതല്ല. അപ്പൊ ഞാൻ ഒരു പേര് പറഞ്ഞു ഇത്രേ, അത് ശരിക്കല്ല പറഞ്ഞത്. അന്ന് ഞാൻ ബിസിനസ് നടക്കുമ്പോൾ എൻ്റെ പാർട്ട്ണറുണ്ട്, ബ്രദറിലോ, അദ്ദേഹത്തിന്റെ പേരെന്തോ തെറ്റിച്ചു പറഞ്ഞു. പക്ഷെ അവര് പുറത്തു വന്നിട്ട് ഇങ്ങനെ സാമ്യമുള്ള പേരുണ്ടോ എന്ന് ചോദിച്ചപ്പോ എൻ്റെ ബ്രദറിലോ പറഞ്ഞു, ഞാനായിരിക്കും, എന്താ വരൂ എന്ന് പറഞ്ഞ് അദ്ദേഹം എൻ്റെ അടുത്ത് വന്നു, എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ അവിടെ എന്താ ഒന്നും കുഴപ്പമില്ല, നമ്മൾ ഇങ്ങനെ ഒന്ന് ചികിത്സിക്കാൻ വേണ്ടി വന്നതേ ഉള്ളൂ, പ്രശ്നമൊന്നുമില്ല, കിടന്നോളൂ, സുഖമായിട്ട് ഒക്കെ ശരിയാവും. അപ്പോഴേക്കും എൻ്റെ ഡോക്ടർ കസിനും എന്നെ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല എന്നുള്ളത്. പക്ഷേ അത് കഴിഞ്ഞ് ഞാൻ മൂന്നാമത്തെ ദിവസം വാർഡിലേക്ക് മാറി, പേ വാർഡിലേക്ക് മാറി. ഞാൻ 40 ദിവസം ദേവമാത കൂത്താട്ടുകുളം ഹോസ്പിറ്റലിൽ ഞാൻ കിടന്നു, 40 days. On this occasion, I would like to thank all the officials of the hospitals, doctors, nurses, all the staff, all my friends, all my relatives who have prayed. എന്തായാലും അവർ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും, കൃഷ്ണകുമാറിനെ ഒന്ന് മോചിപ്പിക്കണം, ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തണം എന്നുള്ളത് അവർ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും എന്നുള്ളത് 110% ഷുവറാണ്. ഞാൻ 40 ദിവസം കിടന്ന് ഞാൻ ഡിസ്ചാർജ് ആയി. എൻ്റെ 25 കിലോ ഞാൻ കുറഞ്ഞു. പക്ഷെ ഇതൊന്നല്ല പ്രാക്ടിക്കലി എനിക്ക് പറയാനുള്ളത്. ICU നിൽക്കുമ്പോൾ ഞാനൊരു സ്വപ്നം കണ്ടു. അത് എനിക്ക് എവിടെയും വിവരിക്കാം, കാരണം ഇന്നും എനിക്ക് ആ സ്വപ്നം ഓർമ്മയിലുണ്ട്. ഞാനൊരു എയ്റോപ്ലെയിനിൽ ഒറ്റയ്ക്ക് ടേക്ക് ഓഫ് ചെയ്യാൻ പോവാ. പാസഞ്ചേഴ്സ് ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ അതിനുള്ളിൽ ഇരുന്ന് ഞാൻ ഇടതുവശത്തേക്ക് നോക്കിയപ്പോൾ ഗ്ലാസ്, അറിയാലോ, വിൻഡോ ഗ്ലാസ് ഉണ്ടാവും, പക്ഷെ നമുക്ക് ആരും കാണുന്നില്ല. പക്ഷെ ആ ഗ്ലാസ്സിൽ കൂടെ എനിക്ക് പരിചയമുള്ള ആൾക്കാർ, ഞാൻ അന്നേ ദിവസം വരെ പരിചയപ്പെട്ട കുറെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ഉണ്ടാവുമല്ലോ, അവരുടെ തലകൾ അവിടെ കാണാൻ തുടങ്ങി. ഞാൻ അവരെ പിടിക്കാൻ നോക്കുമ്പോൾ എനിക്ക് അവരെ പിടിക്കാൻ പറ്റുന്നില്ല, അവർക്കും എന്നെ പിടിക്കാൻ പറ്റുന്നില്ല. അവര് ടാറ്റ പറയുകയാണ്. ടാറ്റ പറയാന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായല്ലോ അല്ലേ? ഐ എം ഗോയിങ് ടു സീ ഗോഡ്, ഐ എം ഗോയിങ് ടു ദ ഹെവൻ. ഇപ്പുറത്തെ ഗ്ലാസ്സിൽ നോക്കിയപ്പോൾ വീണ്ടും വേറെ കുറെ ആൾക്കാർ. പക്ഷെ അത് സെക്കൻഡ്സ് ഇടുന്നുള്ളൂ, അപ്പോഴേക്കും കട്ടായി എൻ്റെ കണ്ണു തുറന്നു. അപ്പൊ സത്യം പറഞ്ഞാൽ ടേക്ക് ഓഫ് ചെയ്തില്ല തോന്നുന്നു, ടേക്ക് ഓഫ് ചെയ്യാൻ പോയതാണ്. ഐ വാസ് ഡിയറിങ് ടു ദ ഗോഡ്. അവരുടെ പ്രിമിസിസിലേക്കുള്ള യാത്ര തുടങ്ങുകയായിരുന്നു. പക്ഷെ ആയിട്ടില്ല, സമയമായിട്ടില്ല. ബിക്കോസ് ഐ ഹാവ് ഗോട്ട് എ പർപ്പസ് ഇൻ ലൈഫ്. എനിക്കൊരു പർപ്പസ് ഉണ്ട്, ദൈവം അവിടുന്ന് തീരുമാനിച്ചു. കൃഷ്ണകുമാർ ആയിട്ടില്ല,
You have got several purpose to do in your life. Friends, think about it. നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ നിങ്ങൾക്ക് പർപ്പസ് ഒന്നും ഇല്ലാന്ന്? എല്ലാവർക്കും പർപ്പസ് ഉണ്ട്. ആഫ്റ്റർ ദാറ്റ് ഓൺലി ഐ സ്റ്റാർട്ടഡ് റിയലൈസിങ്. അത് കഴിഞ്ഞിട്ടും എനിക്ക് തട്ടുകേടുകൾ വന്നു. അന്ന് ഞാൻ ആലോചിച്ചു ആത്മഹത്യ ചെയ്താൽ മതിയായിരുന്നു, അല്ലെങ്കിൽ അന്ന് മരിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ. അവിടെയാണ് പർപ്പസ് ഓഫ് ലൈഫിന്റെ ആശയം വരുന്നത്. ഇന്ന് 1.5 മാസമായി ഞാൻ ഈ മോട്ടിവേഷൻ എന്നൊന്നും ഞാൻ പറയില്ല, ഒരു ഇൻസ്പിറേഷൻ വീഡിയോ തുടങ്ങിയിട്ട് ഒരു 7-8 വീഡിയോ എടുത്തു. ഇന്ന് എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചത് മറ്റുള്ളവർ പറയാനുള്ള ഒരു വേദി ഇന്ന് ഒരുക്കി തന്ന ദൈവം. ഐ തിങ്ക് ഐ എം പാസിംഗ് യു സം ഇമ്പോർട്ടൻറ്റ് മെസ്സേജ് ഇൻ യുവർ ലൈഫ്. നിങ്ങൾക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടാവും, അയ്യോ ജീവിതം അങ്ങനെ പോണം. യു ഹാവ് ഗോട്ട് എ പർപ്പസ് ഇൻ ലൈഫ്. എൻ്റെ ജീവിതാനുഭവം മറ്റുള്ളവർക്ക് പറഞ്ഞ് അവർക്ക് ഉത്തേജനം കൊടുത്ത് ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള ഒരു വഴി ഞാൻ വഴി ഒരുക്കി എന്ന് പറയുമ്പോൾ ഐ എം സോ ബ്ലെസ്ഡ്. ഇത് കേട്ടോണ്ടിരിക്കുന്ന ഒരാൾക്ക് എങ്കിലും ജീവിതത്തിൽ വലിയൊരു വിജയം വന്നു കഴിഞ്ഞാൽ, അവര് കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഐ തിങ്ക് ഐ വിൽ ബി സക്സസ്ഫുൾ. പക്ഷെ ഇന്ന് കുറെ ആൾക്കാർക്ക് ഈ വീഡിയോ പാസ് ചെയ്യുന്നുണ്ട്. ഇന്ന് കാണുന്നവര് ആക്ച്വലി ഒരു കാര്യം ഞാൻ മനസ്സിരുത്തി പറയണം, യു ഹാവ് ടു ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ്. ആസ്ക് ദം ടു സബ്സ്ക്രൈബ് ഓൾസോ. കാരണം ഇത് വേറെ ഒരു അനുഭവിച്ചെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാനൊരു ലീഡർഷിപ്പ് ക്ലാസ്സിൽ ഒരു ലീഡർഷിപ്പ് ഗുരുവിനോട് എഴുതിയിട്ട് എൻ്റെ ഈ അനുഭവം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഓ കൃഷ്ണകുമാർ, ഇങ്ങനെ 2-3-4 പേര് ഇന്ത്യയിൽ ഭരിച്ചിട്ട് തിരിച്ചു വന്നവരുണ്ട്, അവർ പുസ്തകം എഴുതിയിട്ടുണ്ട്. എനിക്ക് ആ ബുക്കിന്റെ പേര് ഇപ്പോൾ ഓർമ്മയില്ല, കുറെ കാലം മുമ്പാണ്. അവർക്കും പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ദിസ് ഇസ് നോട്ട് എ മാജിക്, ദിസ് ഇസ് നോട്ട് എ മിറക്കിൾ. സമയമായിട്ടില്ല. അതായത് മരണം ഉറപ്പിച്ചിട്ടും മരണമായിട്ടുണ്ടായിരുന്നില്ല. സോ ഡോണ്ട് വെറി ഫ്രണ്ട്സ്, ബി സ്ട്രോങ്, ഹാവ് ഫെയ്ത്ത് ഇൻ യുവർ സെൽഫ്. യു ഹാവ് ടു ഹാവ് എ ഫെയ്ത്ത് ഇൻ യുവർ സെൽഫ്. നിങ്ങൾക്ക് നിങ്ങളിൽ ഒരു വിശ്വാസം ഉണ്ടാവണം. സമയമാവുമ്പോഴേ പോളൂ, പക്ഷെ മരിക്കുന്നുള്ള ഉറപ്പാട്ടോ, അത് ഒരു ദിവസം മരിക്കും. പക്ഷെ സമയമാവുമ്പോഴേ പോളൂ. യു ഹാവ് ടു ബിലീവ് ഇൻ യുവർ സെൽഫ്. നിങ്ങൾ കാരണമായിരിക്കും മറ്റുള്ളവരുടെ ജീവിതത്തിൽ വെളിച്ചം കൊടുക്കാൻ പോകുന്നത്, ഞാൻ മാത്രമല്ല. അതുകൊണ്ട് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് അവരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞ്, ഇനിയും എൻ്റെ ജീവിത സാഹചര്യങ്ങൾ പലതും ഉണ്ട്, അവർക്ക് ഇനി കേൾക്കാൻ പറ്റുന്ന അവസരങ്ങൾ ഇനിയുണ്ട്. ലെറ്റ് ദം ഓൾ, ഐ ഡോണ്ട് സേ ലെറ്റ് ദം ഓൾ എൻജോയ്, ലെറ്റ് ദം ഓൾ റിയലൈസ് വാട്ട് ഈസ് ലൈഫ് ഇസ്. ദിസ് ഇസ് ഐ എം ടെല്ലിംഗ് ഫ്രം മൈ ഹാർട്ട്. ഞാൻ കഥയല്ല പറയുന്നത്, നടന്ന സംഭവമാണ് പറയണം. ഫ്രണ്ട്സ്, ഐ എം നോട്ട് ഗോയിങ് ടു ദീർഘിപ്പിച്ച് പറയാൻ എല്ലാവർക്കും മടുക്കും. ഇപ്പൊ ഞാൻ കാര്യമെല്ലാം പറഞ്ഞു കഴിഞ്ഞു അത്യാവശ്യത്തിന്. സോ ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്, ബിലീവ് ഇൻ യുവർ സെൽഫ്, ഹാവ് എ ഫെയ്ത്ത് ഇൻ യുവർ സെൽഫ്, പ്രേ ടു ഗോഡ്. നിങ്ങൾക്ക് വിശ്വസിക്കുന്ന യൂണിവേഴ്സൽ പവറിനെ പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് ആരോഗ്യവും സമ്പത്തും ഐശ്വര്യവും ഉയർച്ചയും തന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഐ എം ഗോയിങ് ടു വൈൻഡ് അപ്പ്. ബൈ ബൈ, ടേക്ക് കെയർ.